ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനേഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. LDCക്കും അതുപോലെ തന്നെ LGSനും വരുന്ന എല്ലാ എക്സാമുകൾക്കും പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2023 ജനുവരിയിലെ കുറച്ച് കറണ്ട് അഫയേഴ്സുകൾ മുമ്പിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം, നിങ്ങൾക്ക് അതുവഴി കാണാവുന്നതാണ്. ഇന്ന് നോക്കുന്നത് അതിൻ്റെ ബാക്കി പാർട്ടാണ്. ആദ്യത്തെ പോയിൻ്റ്, മുഴുവൻ പട്ടികവർഗക്കാർക്കും ആധികാരിക രേഖകൾ ഉറപ്പാക്കിയ സംസ്ഥാനത്തെ ആദ്യ ജില്ലയാണ് വയനാട്. മുഴുവൻ പട്ടികവർഗക്കാർക്കും ആധികാരിക രേഖകൾ ഉറപ്പാക്കിയ സംസ്ഥാനത്തെ ആദ്യ ജില്ല വയനാട് ജില്ലയാണ്. അടുത്തത്, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വരുന്നത് അരൂറാണ്. ആലപ്പുഴ ജില്ലയിലെ അരൂരാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വരുന്നത്. അടുത്തത്, 2023 ജനുവരിയിൽ കേരള സർക്കാരിൻ്റെ ന്യൂഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയമിതനായത് KV തോമസ് ആണ്. 2023 ജനുവരിയിൽ കേരള സർക്കാരിൻ്റെ ന്യൂഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയമിതനായ വ്യക്തിയാണ് KV തോമസ്. അടുത്തത്, രാജ്യത്ത് ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനമേത്? കേരളം. രാജ്യത്ത് ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. അടുത്തത്, വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ സംസ്ഥാന കലോത്സവം വർണ്ണച്ചിറകുകൾ എന്നറിയപ്പെടുന്നു. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ സംസ്ഥാന കലോത്സവമാണ് വർണ്ണച്ചിറകുകൾ. അടുത്തത്, ഗുജറാത്ത് കലാപം പശ്ചാത്തലമാക്കി BBC 2 സംപ്രേഷണം ചെയ്യുന്ന ഡോക്യുമെൻ്ററിയാണ് ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ. ഗുജറാത്ത് കലാപം പശ്ചാത്തലമാക്കി BBC 2 സംപ്രേഷണം ചെയ്യുന്ന ഡോക്യുമെൻ്ററി ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ. അടുത്തത്, വ്യോമയാന മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അസോചം അവാർഡ് നേടിയ വ്യക്തിയാണ് PS നായർ. വ്യോമയാന മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അസോചനം അവാർഡ് നേടിയ വ്യക്തി PS നായർ. അടുത്തത്, കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര നാടകോത്സവം ഇറ്റ്ഫോക്ക് തൃശ്ശൂരാണ് വേദിയാകുന്നത്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര നാടകോത്സവമാണ് ഇറ്റ്ഫോക്ക്, തൃശ്ശൂരാണ് വേദി. അടുത്തത്, കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് സാഹിത്യവേദിയുടെ P കുഞ്ഞിരാമൻ നായർ പുരസ്കാരം ലഭിച്ചത് സുകുമാരൻ തമ്പിക്കാണ്. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് സാഹിത്യവേദിയുടെ P കുഞ്ഞിരാമൻ നായർ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സുകുമാരൻ തമ്പി. അടുത്തത്, ബഡ്ജറ്റ് രേഖകളുടെ ഭീമമായ അച്ചടി ഒഴിവാക്കുന്നതിനും പേപ്പർ രഹിത ബഡ്ജറ്റ് എന്ന ആശയം നടപ്പാക്കുന്നതിനുമായി ധനവകുപ്പ് NICയുടെ സഹായത്തോടെ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കേരള ബഡ്ജറ്റ്. ബഡ്ജറ്റ് രേഖകളുടെ ഭീമമായ അച്ചടി ഒഴിവാക്കുന്നതിനും പേപ്പർ രഹിത ബഡ്ജറ്റ് എന്ന ആശയം നടപ്പാക്കുന്നതിനുമായി ധനവകുപ്പ് NICയുടെ സഹായത്തോടെ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കേരള ബഡ്ജറ്റ്. അടുത്തത്, ഇന്ത്യയുടെ ഈജിപ്ഷ്യൻ ആർമിയുടെയും പ്രത്യേക സേനയുടെ ആദ്യ സംയുക്ത അഭ്യാസമാണ് എക്സർസൈസ് സൈക്ലോൺ 1. അതിന് വേദിയാകുന്നത് ജയ്സൽമീറാണ്, രാജസ്ഥാനിലെ ജയ്സൽമീറാണ്. ഇന്ത്യയുടെയും ഈജിപ്ഷ്യൻ ആർമിയുടെയും പ്രത്യേക സേനയുടെ ആദ്യ സംയുക്ത അഭ്യാസം എക്സസൈസ് സൈക്ലോൺ 1 എന്ന് അറിയപ്പെടുന്നു. അതിന് വേദിയായത് രാജസ്ഥാനിലെ ജയ്സാൽമീറാണ്. അടുത്തത്, ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായ ഈജിപ്ഷ്യൻ പ്രസിഡൻ്റാണ് അബ്ദുൽ ഫത്താഹ് അൽ സിസി. ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനം വരുന്നത് 2023 ആ ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയാണ്. അടുത്തത്, റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2023 ലഭിച്ചത് ആദിത്യ സുരേഷിനാണ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2023 ലഭിച്ചത് ആദിത്യ സുരേഷിന്. അടുത്തത്, സംസ്ഥാന സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് മെയ് 17-നാണ്. സംസ്ഥാന സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് മെയ് 17. 1998 മെയ് 17-നാണ് കുടുംബശ്രീ നിലവിൽ വന്നത്. ആ ദിനമാണ് സംസ്ഥാന സർക്കാർ
കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തത് 2023 ജനുവരിയിൽ സസ്യബുക്കുകളായ ടൈറ്റാനോസെറസ് വിഭാഗത്തിൽപ്പെട്ട ദിനോസറുകളുടെ മുട്ടകൾ കണ്ടെത്തിയത് മധ്യപ്രദേശിൽ നിന്നാണ്. 2023 ജനുവരിയിൽ സസ്യബുക്കുകളായ ടൈറ്റാനോസെറസ് വിഭാഗത്തിൽപ്പെട്ട ദിനോസറുകളുടെ മുട്ടകൾ കണ്ടെത്തിയ സംസ്ഥാനം മധ്യപ്രദേശ്. അടുത്തത് റഷ്യയിലെ അർദ്ധസൈനിക വിഭാഗമായ വാഗ്നർ ഗ്രൂപ്പിനെ അന്താരാഷ്ട്ര കുറ്റവാളി സംഘങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യം അമേരിക്ക. റഷ്യയിലെ അർദ്ധസൈനിക വിഭാഗമായ വാഗ്നർ ഗ്രൂപ്പിനെ അന്താരാഷ്ട്ര കുറ്റവാളി സംഘങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യമാണ് അമേരിക്ക. അടുത്തത് 2023 ജനുവരിയിൽ അമേരിക്കയിലെ മേരിലാൻഡിലെ ലഫ്റ്റനൻ്റ് ഗവർണറായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് അരുണ മില്ലർ. 2023 ജനുവരിയിൽ അമേരിക്കയിലെ മേരിലാൻഡിലെ ലഫ്റ്റനൻ്റ് ഗവർണറായി നിയമിതയായ ഇന്ത്യൻ വംശജ അരുണ മില്ലർ. അടുത്തത് പരാക്രം ദിവസ് എന്ന് ജനുവരി 23. പരാക്രം ദിവസ് ജനുവരി 23 നേതാജി സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ ജന്മദിനമായ ജനുവരി 23 ഇന്ത്യയിൽ പരാക്രം ദിവസായി ആചരിക്കുന്നത്. സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ ജന്മദിനമാണ് ജനുവരി 23. ആ ദിവസമാണ് ഇന്ത്യയിൽ പരാക്രം ദിവസമായി ആചരിക്കുന്നത്. അടുത്തത് 2023 ജനുവരിയിൽ ലോകത്തെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡായി മാറിയത് ആമസോണാണ്. 2023 ജനുവരിയിൽ ലോകത്തെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡായി മാറിയത് ആമസോൺ. അടുത്തത് ഇന്ത്യയിലെ ഏകദിന ക്രിക്കറ്റുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം എന്ന റെക്കോർഡിന് അർഹനായത് രോഹിത് ശർമ്മയാണ്. ഇന്ത്യയിലെ ഏകദിന ക്രിക്കറ്റുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം എന്ന റെക്കോർഡിന് അർഹനായ വ്യക്തിയാണ് രോഹിത് ശർമ്മ. അടുത്തത് കുടുംബശ്രീ മിഷൻ്റെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ട കൂട്ടായ്മയത് ചുവട്. കുടുംബശ്രീ മിഷൻ്റെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ട കൂട്ടായ്മയാണ് ചുവട്. അടുത്തത് 2023 ജനുവരിയിൽ ദൃശ്യമായ ഭീമൻ സൗരകളങ്കമാണ് AR-3190. 2023 ജനുവരിയിൽ ദൃശ്യമായ ഭീമൻ സൗരകളങ്കം AR-3190. അടുത്തത് 2023 ജനുവരിയിൽ കേരളത്തിലെ ആദ്യ ലിക്വിഫൈഡ് CNG പ്ലാന്റുകൾ പ്രവർത്തനം ആരംഭിക്കുന്ന സ്ഥലങ്ങളാണ് കൊച്ചുവേളി തിരുവനന്തപുരം ജില്ല, ചേർത്തല ആലപ്പുഴ ജില്ല. 2023 ജനുവരിയിൽ കേരളത്തിലെ ആദ്യ ലിക്വിഫൈഡ് CNG പ്ലാന്റുകൾ പ്രവർത്തനം ആരംഭിക്കുന്ന സ്ഥലങ്ങളാണ് കൊച്ചുവേളി തിരുവനന്തപുരം ജില്ലയിൽ, ചേർത്തല ആലപ്പുഴ ജില്ലയിൽ. അടുത്തത് 2023 ജനുവരിയിൽ അന്താരാഷ്ട്ര കരകൗശല ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത് നവീൻ പട്നായിക്കാണ്. അതിൻ്റെ വേദിയാവുന്നത് ഒഡീഷയിലാണ്. 2023 ജനുവരിയിലെ അന്താരാഷ്ട്ര കരകൗശല ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത് നവീൻ പട്നായിക്. 2023 ജനുവരിയിലെ അന്താരാഷ്ട്ര കരകൗശല ഉച്ചകോടിയുടെ വേദി എന്നറിയപ്പെടുന്നത് ഒഡീഷയാണ്. അടുത്തത് 2023 ഷൂട്ടിംഗ് വേൾഡ് കപ്പിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് AK സിക്രി. 2023 ഷൂട്ടിംഗ് വേൾഡ് കപ്പിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് AK സിക്രി. അടുത്തത് ഇന്ത്യയുടെ G20 അധ്യക്ഷ പദത്തിന് കീഴിലുള്ള ആദ്യ പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിങ്ങിന് വേദിയാകുന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ G20 അധ്യക്ഷ പദത്തിന് കീഴിലുള്ള ആദ്യ പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിങ്ങിന് വേദിയാകുന്നത് ബാംഗ്ലൂർ. അടുത്തത് 2023 ജനുവരിയിൽ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ ഓഫ് എമിനൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. 2023 ജനുവരിയിൽ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ ഓഫ് എമിനൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബാണ്. അടുത്തത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പരംവീർ ചക്ര പുരസ്കാര ജേതാക്കളുടെ പേരിടാൻ തീരുമാനിച്ച 21 ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പരംവീർ ചക്ര പുരസ്കാര ജേതാക്കളുടെ പേരിടാൻ തീരുമാനിച്ച 21 ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. അടുത്തത് ബാഫ്റ്റ് അവാർഡ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ഡോക്യുമെൻ്ററിയാണ് ആൾ ദാറ്റ് ബ്രീഡ്സ്. സംവിധാനം ഷൗനക് സെന്നാണ്.
ബാഫ്റ്റ അവാർഡ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ഡോക്യുമെൻ്ററിയാണ് ആൾ ദാറ്റ് ബ്രീഡ്സ്. സംവിധാനം ഷൗനക്ക് സെന്നാണ്. അടുത്തത് 74ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യത്തിൻ്റെ പ്രമേയമാണ് നാരീശക്തി. 74ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യത്തിൻ്റെ പ്രമേയം നാരീശക്തിയാണ്. അടുത്തത് ദേശീയ ബാലികാ ദിനം ജനുവരി 24. ദേശീയ ബാലികാ ദിനം വരുന്നത് ജനുവരി 24-ാം തീയതിയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2023 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സുകളാണ്. പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.